നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ ആദരവും അതോടൊപ്പം തന്നെ പ്രണവമലയിലെ വിനായക ചതുർത്ഥി വിശേഷവുമാണ്. അപ്പോൾ പ്രണവമലയിൽ വിനായക ചതുർത്ഥി 16-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും വന്ന് സംബന്ധിക്കാം. അപ്പോൾ ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയില്ലാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രത്യാശയുടെ ഒരു നല്ല സുദിനമായിട്ട് വിനായക ചതുർത്ഥി കടന്നു വരുമ്പോൾ നിങ്ങൾ കരുതും പ്രണവമലയിൽ മാത്രം എന്താണ് ഇങ്ങനെ രണ്ട് വിനായക ചതുർത്ഥി. ശുക്ലപക്ഷ വിനായക ചതുർത്ഥിയും അതേപോലെ തന്നെ കൃഷ്ണപക്ഷ വിനായക ചതുർത്ഥിയും ഒരേപോലെ തന്നെയാണ് ഈ പുണ്യസങ്കേതത്തിൽ കൊണ്ടാടുന്നത്. അതിലൂടെ ഒരുപാട് പേര് ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. ഏറ്റവും വലിയ സവിശേഷത ഗണപതിയുടെ 8 അവതാരങ്ങൾ, 11 തൃക്കരങ്ങളോടിയ മഹാഗണപതി, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി, ബലാബല കാര്യങ്ങൾക്കും അതേപോലെ നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ കലഹം ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിനും ശത്രുക്കളെ ഒതുക്കുന്നതിനും ശക്തി ഗണപതി, നിങ്ങൾക്ക് പരീക്ഷാ ജയങ്ങൾക്കും ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ബാങ്കുകളിൽ നിന്നെല്ലാം പേപ്പറുകളെല്ലാം ശരിയാക്കി കിട്ടുന്നതിനും ഇൻ്റർവ്യൂവിൽ ജയിക്കുന്നതിനും വേണ്ടി കാര്യസിദ്ധി ഗണപതി, രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ചികിത്സ പെട്ടെന്ന് ഫലിക്കുന്നതിനും നല്ല ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കുന്നതിനും നല്ല രുചിയോടുകൂടി ആഹാരങ്ങൾ പാചകം ചെയ്യുന്നതിനും നവനീത ഗണപതി, ഓർമ്മയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കുവാനും പരീക്ഷാ ജയങ്ങൾക്ക്, പരീക്ഷാ കാലഘട്ടമാണ്, ഇപ്പോൾ കുട്ടികളൊക്കെ ടെൻഷൻ അടിച്ച് നടക്കുന്ന ഈ സമയത്ത് വിനായക ചതുർത്ഥി വളരെ ഗംഭീരമായി കൊണ്ടാടുമ്പോൾ പ്രണവമലയിൽ ഏകാക്ഷരി ഗണപതി ഓർമ്മയിലേക്ക് എല്ലാം പഠിച്ചെടുക്കാനും പരീക്ഷാ ജയങ്ങൾക്ക്, ഇൻ്റർവ്യൂ ജയിക്കാൻ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, ഇപ്പോൾ വീടുകളിൽ സാധനങ്ങൾ വെച്ചത് മറന്നു പോകുന്നവർക്കുണ്ടില്ല അവർക്കും ഏകാക്ഷരി ഗണപതി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളില്ലാതെ പോകാനും അടുക്കള സമൃദ്ധി ഉണ്ടാകാനും, അതായത് നിത്യവും ജോലി ഉണ്ടാകാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും വേണ്ടി, ഒരുമയുണ്ടാകാൻ വേണ്ടി ഉദ്ദിഷ്ട ഗണപതി, 13 വയസ്സ് വരെയുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് വലിയ ശല്യമായി മാറുമ്പോൾ അവരെ അടക്കി നിർത്തുന്നതിനും അവർക്ക് രോഗങ്ങൾ വരാതെ ചെറുക്കുന്നതിനും ബാലഗണപതി, ഇങ്ങനെയുള്ള 8 ഗണപതിമാരാണ് പ്രണവമലയിൽ കൂടിയിരിക്കുന്നത്. 8 ഗണപതിമാർക്ക് 8 മൂലമന്ത്രങ്ങളുണ്ട്. അതിൽ മഹാഗണപതിയും അതേപോലെ തന്നെ ഉദ്ദിഷ്ട ഗണപതിയും ഭാര്യാസമേതരായിരിക്കുന്നത് നിങ്ങളിവിടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലുള്ള ഗണപതി ഒന്നും കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ ഗണപതി ഭാര്യാസമേതനായിട്ടിരിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് നോക്കുക. അപ്പോൾ എത്ര ഗതിയില്ലാത്ത ഒരാൾക്കും പ്രണവമലയിൽ 8 ഗണപതിമാർക്കും നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ 25 രൂപയുള്ളൂ. ഉരുട്ടി എറിഞ്ഞു 3 പ്രാവശ്യം ക്ഷേത്ര ശ്രീകോവിലിന് ഉരുട്ടി പിന്നീട് എറിഞ്ഞുടച്ചാൽ 200 രൂപ മുടക്കിയാൽ പിന്നെ 11 രൂപ വെച്ച് വിനായകന്മാർക്ക് തലക്കുഴിഞ്ഞ് ഭണ്ഡാരത്തിലിട്ടാൽ അപ്പോൾ 288 രൂപയായി. അതോടൊപ്പം പ്രണവമലയുടെ അധിപതിയായി വാഴുന്ന തിരുപേരമംഗലത്തപ്പനായിരിക്കുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ്, നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ പ്രവേശനം നൽകുന്ന നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ ജലാഭിഷേകം, പിന്നെ 2 രൂപ ഭഗവാനും ഭണ്ഡാരത്തിലാണ്. അപ്പോൾ മൊത്തത്തിൽ ചിലവ് വരുന്നത് 300 രൂപ, 200 രൂപ നാളികേരത്തിൽ, 500 രൂപ മുടക്കിയാൽ ജീവിതം തിരിച്ചു പിടിക്കാം. ഓൺലൈനാണെങ്കിൽ 200 രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും. 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി എറിഞ്ഞു കൊടുക്കുന്നത്. 500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. ഓൺലൈനായിട്ട് നേരിട്ട് വന്ന 300 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ലളിതമായ രീതിയിൽ ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന പുണ്യസങ്കേതത്തിൽ ഒരിക്കലും എത്തിപ്പെടുക. അതോടൊപ്പം തന്നെ 8 ഗണപതിമാർക്കും സാധാ ഗണപതി ഹോമം 100 രൂപ നിരക്കിൽ 800 രൂപയ്ക്ക് ചെയ്യാം. 21 ഗണപതി ഹോമമാണെങ്കിൽ 3500 രൂപ, 8 സ്ഥലത്ത് ചെയ്യാൻ 28,000 രൂപ. ഓൺലൈനാണെങ്കിൽ നേരിട്ട് വന്നാലും ഒരേപോലെ തന്നെ. 108 ഗണപതി ഹോമമാണെങ്കിൽ ഒരു സ്ഥലത്ത് 15,000 രൂപ, 8 സ്ഥലത്ത് ചെയ്യാൻ 1,20,000 രൂപ. ഇത് തന്നെ പാക്കേജ് ആണെങ്കിൽ 8,000 രൂപയ്ക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും ലളിതമായ രീതിയിൽ വഴിപാടുകൾ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭ സന്ദർഭമാണിത്. അതേപോലെ തന്നെ 8 ഗണപതിമാർക്ക് തട്ട സമർപ്പണം നടത്താം. നേരിട്ട് വന്നാൽ 2,400 രൂപ, ഓൺലൈനിലാണെങ്കിൽ 2,800 രൂപ. അപ്പോൾ പേരമംഗലത്തപ്പനും ഒരു തട്ടം സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 3,150 രൂപയാണ് ഓൺലൈനായിട്ട് ചെയ്യേണ്ടി വരിക. അതുകൂടാതെ 8 ഗണപതിമാർക്കും എണ്ണാഭിഷേകം നടത്താം, ഇളനീരഭിഷേകം, ജലാഭിഷേകം, പുഷ്പാഭിഷേകം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകം, തേനഭിഷേകം, അങ്ങനെ ഏത് രീതിയിൽ പാലഭിഷേകം, ഏതഭിഷേകവും നടത്താം. തിരുമധുര നിവേദ്യം, അപ്പം, അട, അത്താഴ നിവേദ്യം, ഇങ്ങനെയുള്ള ഏത് നിവേദ്യങ്ങളും നടത്താം. ദക്ഷിണ പൂജകൾ ചെയ്യാം, ചുറ്റുവിളക്ക് നടത്താം, ആയുധ സമർപ്പണം നടത്താം. വിനായക ചതുർത്ഥിയായിട്ട് ഒരു ആയുധത്തിന് 50 രൂപ. ഗണപതിമാർക്ക് ഒരു ഗണപതിക്ക് 8 ആയുധം വെച്ചാണ് ഉള്ളത്. അപ്പോൾ അത് ഓൺലൈൻ ചെയ്യുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയുധം വയ്ക്കണമെങ്കിൽ 500 രൂപ മുടക്കേണ്ടി വരും. നേരിട്ട് വന്നാൽ 400. ഒരു ആയുധമാണെങ്കിൽ 50 രൂപ, ഓൺലൈനാണെങ്കിൽ 150 രൂപ.
അപ്പോൾ ഈ രീതിയിലൊക്കെ വഴിപാട് ചെയ്ത് ഏതൊരു തകർന്നു പോയ ആൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും അസുലഭ സന്ദർഭമാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ അണിചേരുക. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ല. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല. ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല. SNDPക്കാരെ പോലെ ഒരാളും ഭീഷണിപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് തത്വമസി ശബരിമലയിൽ വിളങ്ങുന്നതെന്ന് മാത്രമല്ല, അവിടെ ജോലിക്കോ അല്ലെങ്കിൽ തൊഴാൻ നിൽക്കുന്നതിൻ്റെയൊക്കെ വലിപ്പം നോക്കിയിട്ട് മാത്രം ദർശനം കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് പ്രവൃത്തിയിൽ വരുത്തുന്ന പുണ്യസങ്കേതം. ഈ സംഘടനയിൽ അണിചേർന്നുകൊണ്ട് നിങ്ങൾക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും അയിലം തിരുവുത്സവമായി വിശേഷമായി കൊണ്ടാടുമ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നതിന് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുന്ന മനോഹരമായ ദിവസം. അപ്പോൾ ധൈര്യമായിട്ട് എത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്ക് പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, കലാകായികപരമായ കഴിവുള്ളയാളാണോ, ഏത് രോഗമാണ് വരാൻ സാധ്യത, വ്യാഴമാറ്റ ദുരിതം എപ്പോഴാണ്, അതിൻ്റെ പരിഹാരം എന്താണ്, ശനിമാറ്റം, രാഹുകേതുമാറ്റം എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എപ്പോൾ ഭൂമി വാങ്ങാൻ സാധിക്കും, എപ്പോൾ ഭവന നിർമ്മാണത്തിന് സാധിക്കും, ഏത് രോഗം വരും, എപ്പോൾ മരണം സംഭവിക്കാം, മരിക്കുമെന്ന് എഴുതില്ല കേട്ടോ. അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ പ്രതിവിധി എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ പാരമ്പര്യക്കാരെന്ന് വെച്ചാൽ ഇതൊന്നും കമ്പ്യൂട്ടർ ജാതകത്തിലുണ്ടാവില്ല. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതോചയം എന്നുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത് പറയുന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ ആദരവാണ്. മറ്റൊരാൾക്കും കിട്ടാത്ത വലിയ ഒരു സൗഭാഗ്യമാണ്. പിറന്നാൾ ദിനത്തിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ആയില്യ ദിവസം അവരുടെ ഒരു പ്രതിനിധി വന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ മാതൃഭൂമി പത്രത്തിൻ്റെ ആശംസ അറിയിക്കുകയും പാരിതോഷികം നൽകുകയും ചെയ്തു. അതിൽ നമുക്ക് ഇത്രയും കാലം കിട്ടിയ ഏതൊരു പാരിതോഷികത്തിനേക്കാൾ വളരെ വളരെ വിലമതിക്കുന്നതാണ് മാതൃഭൂമിയുടെ ആദരവ്. കാരണം എന്താണ്? നിങ്ങളറിയുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രമാണ് മാതൃഭൂമി. അപ്പോൾ അവർ നമ്മളോട് വളരെ ആദരവോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും ജ്യോതിശാലയത്തിൻ്റെയും ഉത്സവങ്ങളുടെ എല്ലാ വാർത്തകളും ഏതൊരു കാര്യങ്ങൾ കഴിഞ്ഞാലും പ്രസിദ്ധീകരണം നടത്തി വളരെ വളരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല ആത്മാർത്ഥത കാണിക്കുന്ന പത്രമാണ്. അവർ വന്ന് നമുക്ക് തന്നിരിക്കുന്ന ആദരവ് അതിലെഴുതിയിരിക്കുന്നു: ബ്രഹ്മശ്രീ ശ്രീ KV സുഭാഷ് തന്ത്രി ഗുരുനാഥന് പിറന്നാൾ ആശംസകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പോൾ 2016 മാതൃഭൂമി ന്യൂസിലാണ് കോടതി വിധിച്ചിരിക്കുന്നു നാരായണ ഗുരു ദൈവമല്ല എന്ന് പറഞ്ഞുള്ള ചർച്ചകളൊക്കെ മാതൃഭൂമിയുടെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ എതിർക്കാൻ വരുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കുക, കണ്ടു നോക്കുക. മഞ്ഞപ്പടകൾ നമുക്കെതിരെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി തന്നെയാണ്. മറ്റുള്ള പത്രങ്ങളെല്ലാം നിവൃത്തികേട് കൊണ്ട് കൗമുദിയും മനോരമ കാര്യം എന്താണെന്ന് അറിയാതെയും ആ രീതിയിലൊക്കെ ഒരുപാട് ലീലാവിലാസങ്ങളിലേക്ക് പോയപ്പോൾ മാതൃഭൂമി മാത്രം അവരുടെ ധർമ്മത്തിൽ ചെറിയ ഒരു കാര്യത്തിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് വളരെ സപ്പോർട്ട് ചെയ്തു. കാരണം എന്താ? നമ്മൾ പറയുന്ന കാര്യമെല്ലാം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ആത്മാർത്ഥത കാണിക്കുന്ന പത്രമാണ് മാതൃഭൂമി. അപ്പോൾ എന്തായാലും മാതൃഭൂമി നൽകിയ ആ സ്നേഹാദരവിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പം അതുമാത്രമല്ല, അതുകൂടാതെ ചെറിയൊരു കലണ്ടർ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കുറിപ്പെഴുതാം. പിന്നെ ഒരു ഡയറി, അതുകൂടാതെ മറ്റൊരു ഡയറി, പിന്നെ അതിനേക്കാൾ വലിയ നല്ല ഒരു ഗിഫ്റ്റ്. അതിലേക്ക് നിങ്ങൾ നോക്കുക, ഉണ്ടാവും. അത്രയും മനോഹരമായിട്ടാണ് മാതൃഭൂമിയുടെ ഒരു ഗിഫ്റ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ വില മതിക്കുന്നത് നമുക്ക് ഇത് തന്നെയാണ്. അവർ തന്ന ഏറ്റവും വലിയ, ഇത്രയും കാലം ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഒരുപാട് മൂല്യമുള്ള അവാർഡാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പടകൾക്ക് ഗുരുനാഥൻ എന്ന് വിളിക്കാൻ പോലും വളരെ വളരെ മടിക്കുമ്പോൾ മാതൃഭൂമി പത്രം ധീരതയോടുകൂടി ബ്രഹ്മശ്രീ ശ്രീ KV സുഭാഷ് തന്ത്രി ഗുരുനാഥന് ആദരവ്, അതും പിറന്നാൾ ദിന ആശംസ അറിയിച്ചപ്പോൾ അവർക്ക് വളരെ വളരെ നന്ദി പറയുന്നു. ഈ ഗിഫ്റ്റുകളെല്ലാം നമ്മുടെ പ്രേക്ഷകരിലേക്ക് സമർപ്പിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് രതീജയാണ്, വൈറ്റിലയിൽ നിന്ന് വരുന്നു, എറണാകുളം ജില്ല തന്നെ. അപ്പോൾ 2020 ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഏലസൊക്കെ വാങ്ങി ധരിക്കും. ഏലസ് വാങ്ങി ധരിച്ചിട്ട് പിന്നീട് ഈ കഴിഞ്ഞ മാർച്ചിൽ 2024 മാർച്ചിൽ 24 മാർച്ചല്ലേ? 2024 മാർച്ചിലാണ് പൂജയ്ക്ക് വരുന്നത്. കാരണം ആൾക്ക് എത്ര പൈസ കിട്ടിയാലും അത് ഉടനെ ചിലവാകും, ലോൺ കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നടന്നത്. എന്തായാലും പൂജ കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാക്കി കിട്ടി. അതേപോലെ മുമ്പ് ആവശ്യമില്ലാണ്ട് പൈസ ചിലവാണ്, കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ട് രതീജിക്ക് 2020 വന്നിട്ട് ഉടനെ പൂജ നടത്തിയെങ്കിൽ ഈ 4 വർഷം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, നമുക്ക് സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മുടെ പിന്നിലുള്ള നെഗറ്റീവ് മാറിക്കഴിയുമ്പോൾ നമുക്ക് നേർബുദ്ധി വരും. അതേപോലെ തന്നെ പോസിറ്റീവ് ചിന്തകൾ വരും. ആവശ്യമില്ലാത്ത ഉടായ്പകളിലും ചെന്ന് ചാടില്ല. അപ്പോൾ നേർവഴിക്ക് വരാൻ വേണ്ടിയിട്ട് രതിജയുടെ വീഡിയോ എല്ലാവർക്കും ഉപയോഗിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാനും. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോന്നിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.